ഇപ്പോൾ ഇടപെടാൻ എന്താ വെച്ചാൽ റെഗുലേറ്ററി കമ്മീഷൻ വെച്ചാൽ ഞങ്ങളത് വളരെ ആലോചിച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് കുറഞ്ഞ ചിലവിൽ ഇലക്ട്രിസിറ്റി കിട്ടിയാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സ്ഥാപനം നിലനിൽക്കണ്ടേ. വാങ്ങാൻ നമുക്ക് കിട്ടിയാലേ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ പ്രാവശ്യം കുറേ സാധ്യതയുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വെള്ളത്തിൻ്റെ ഷോർട്ടേജ് 60% വെള്ളത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. ഇടുക്കിയിലൊക്കെ വളരെ കുറച്ചാണ്, അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വാങ്ങേണ്ടത്. പിന്നെ അതുമാത്രമല്ല 1000 മെഗാവാട്ട് കൂടുതലാണ് കഴിഞ്ഞ പ്രാവശ്യം ഡിമാൻഡ് വന്നത്. സാധാരണ വെച്ചിട്ട് എല്ലാവരും എ സി ഒക്കെ വെച്ചപ്പോൾ അതിന് 1000 മെഗാവാട്ട് വന്നു. അങ്ങനെയാണ് ഈ ക്രൈസിസ് വന്നത്. പക്ഷെ അത് വന്നപ്പോൾ നമുക്ക് പവർ കട്ടില്ലാതിരിക്കാൻ പുറത്തുനിന്ന് മേടിക്കൽ മാത്രമേ വഴിയുള്ളൂ. അങ്ങനെയാണ് പുറത്തുനിന്ന് മേടിക്കാനുള്ളത് എത്തിയത്. ഇത് ദീർഘകാല അർഹതകളൊക്കെ അതാണല്ലോ ഒരു ആരോപണം. ദീർഘകാല ഞാൻ ഒന്നും റദ്ദ് ചെയ്തിട്ടില്ല. ദീർഘകാല ഒന്നും തന്നെ അപ്ലൈ ട്രൈബ്യൂണൽ റദ്ദാക്കിയിട്ടില്ല. എന്നാലും 2014-15 കാലയളവിൽ ഒപ്പുവെച്ച ദീർഘകാല വൈദ്യുതി വാങ്ങൽ കരാറുകൾ അംഗീകരിക്കണം നൽകുമെന്ന് KSBLന്റെ ആവശ്യം നിരസിച്ചുകൊണ്ട് സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷൻ 10/5/2003 ഉത്തരവ് പുറപ്പെടുവിച്ചു. KSB ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല, അത് ചെയ്യരുതെന്നാണ് പറഞ്ഞത് KSB. റെഗുലേറ്ററി കമ്മീഷനാണ് അത് റദ്ദ് ചെയ്തത്. റെഗുലേറ്ററി കമ്മീഷൻ ഇൻഡിപെൻഡൻ്റ് ആണല്ലോ, ജുഡീഷ്യറി സ്വഭാവം ഉള്ളതാണല്ലോ. അവർ ചെയ്തതിൻ്റെ പാവം എന്തിനാണ് ഞങ്ങളെ ഏൽക്കുന്നത്? അപ്പോൾ അതാണ് ചെയ്തത്. ക്രിസ്തു കരാറിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിന് 31/12/23 വരെ തുടരുന്നതിന് KSBL ഞങ്ങളത് അപ്പീൽ കൊടുത്തപ്പോൾ KSB റെഗുലേറ്ററി കമ്മീഷൻ തന്നെ 31/12/2023 വരെ തുടരുന്നതിന് KSBL റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ട്. കമ്പനിക്ക് അനുമതി നൽകി. എങ്കിലും കമ്പനികൾ കരാർ പ്രകാരമുള്ള വൈദ്യുതി നൽകുന്നതിന് 21/8/2003 മുതൽ നിർത്തിവെച്ചു. അവർ തരില്ല പറഞ്ഞു. ഈ റദ്ദ് ചെയ്തതിൻ്റെ അല്ലേ. ഇതിനിടയിൽ പൊതുജന താൽപ്പര്യം 2003 വൈദ്യുതി നിയമത്തിലെ ചട്ടം 108 പ്രകാരം ഇതാണ് സർക്കാരിന് പിന്നെ വിളിക്കാൻ പറയും. സർക്കാരിൻ്റെ ആകെ അധികാരം വരുന്നത് ഈ 108 പ്രകാരമുള്ളതാണ്. അധികാരം വിനിയോഗിച്ചുകൊണ്ട് കമ്മീഷൻ്റെ 10/5/2001 ഉത്തരവ് പുനഃപരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ KSBL ട്രൈബ്യൂണലിന് മുമ്പാകെ നൽകിയ അപ്പീൽ പിൻവലിച്ചു. തുടർന്ന് അനുമതി നിഷേധിച്ച കരാറുകാർക്ക് അംഗീകാരം നൽകി. കമ്മീഷൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ച പ്രസ്തുത ഉത്തരവിനെതിരെ കരാർ കമ്പനികൾ ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു. ട്രൈബ്യൂണൽ ഉത്തരവിനെതിരെ KSBL ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചു. റെഗുലേറ്ററി കമ്മീഷൻ്റെ 25/5/23 ഉത്തരവിനെതിരെ ആപ്റ്റൽ മുമ്പാകെ ഫയൽ ചെയ്യുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിൽ അപ്പീലുണ്ട് വന്നു. പക്ഷേ 30/9/2024 സുപ്രീം കോടതി പെറ്റീഷൻ തീർപ്പാക്കി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആക്ടിൽ തന്നെ വിചാരണ ചെയ്യാനുള്ള അനുമതിയും കൊടുത്തു. ഇതാണ് സംഭവം. അതിന് ടെൻഡർ നമ്മൾ ഈ ഷോർട്ടേജ് വന്നപ്പോൾ അത് ഞാൻ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇല്ല ഇത് ഇതാണ് ഞാനിപ്പോൾ ബോർഡിൽ നിന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ നിർദ്ദേശം. അതല്ല, ഷോർട്ട് ടേം കരാറുകളാണ്. അത് അതിലുണ്ട്, നോക്കൂടെ. ഇല്ല, രമേശ് ചെന്നിത്തല ഞങ്ങളത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. സർക്കാർ ഇടപെട്ട 108 പ്രകാരമുള്ള അധികാരം ഉപയോഗിച്ചിട്ട് ആ കരാർ റദ്ദ് ചെയ്യേണ്ട പറഞ്ഞിരിക്കുകയാണ്. പിന്നെന്താ ചെയ്യുക? റെഗുലേറ്ററി കമ്മീഷൻ വിധിച്ചതിനെതിരെ 108 പ്രകാരം നമ്മൾ അധികാരം ഉപയോഗിച്ചു. അത് മാറ്റി. പക്ഷേ കമ്പനിക്കാരൻ തരാതെയായി, തരുന്ന സപ്ലൈ ചെയ്തവൻ തരാതെയായി. അയാൾ സുപ്രീം കോടതി വരെ പോയിട്ട് സുപ്രീം കോടതിയാണ് ആപ്രിലിന് ഇപ്പോൾ തീരുമാനം എടുക്കാനുള്ള അംഗീകാരം കൊടുത്തത്.